നമസ്കാരം. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ തന്നെ പലരും കൈയടിക്കുകയാണ്. എന്നാൽ ഇത് പലർക്കും തന്നെ ദോഷമായി മാറുമെന്നും ഈ രാജ്യത്തുടനീളം തന്നെ ഇതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത്. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി, അതായത് റെസിപ്രോക്കൽ താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ, അതായത് കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു ഈ സുപ്രധാന കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ട്രംപ് മോദി ചർച്ചകളെ ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് ട്രംപ് നിലപാടെടുത്തിരുന്നു. സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. F-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകും. ഇന്ത്യയും US-ഉം തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞ വാക്കുകളാണിവ. മോദിയുടെ പ്രവർത്തനങ്ങളെ ട്രംപ് അഭിനന്ദിച്ചു. താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ US പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ US ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ആദ്യഘട്ടത്തെക്കാൾ വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. ഇരു രാജ്യങ്ങളും ഒന്നിച്ചു വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും. US-ഉം ഇന്ത്യൻ സംയുക്തമായി തന്നെ ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിൽ ഇന്ത്യ തുടങ്ങിയ കോൺസുലേറ്റ് തുടങ്ങും. മോദി പറഞ്ഞ വാക്കുകളായിരുന്നു ഇവ. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യയിൽ കൈമാറുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നും ഇതും അമേരിക്കയും ഇന്ത്യയും ഇരട്ടി വേഗത്തിൽ ഒരുമിച്ച് മുന്നേറുന്നത് കാണിച്ചു തരാമെന്നും മോദി പറഞ്ഞു. ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം തവണയും അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപുമായി ഔദ്യോഗിക ചർച്ചയ്ക്കെത്തുന്ന ആദ്യ രാഷ്ട്ര നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. നേരത്തെ പ്രധാനമന്ത്രി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5-നാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ കൂടിക്കാഴ്ച നടത്തുക. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. വാഷിംഗ്ടണിൽ അടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലേക്ക് താമസിക്കാനെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് തന്നെയാണ് ഇവിടെ ഒരുക്കിയത്.